മാസങ്ങളിൽ ഏറ്റവും പവിത്രതയുള്ളത് മുഹറം മാസത്തിനാണ്. കാരണം ആ മാസത്തിന് തന്നെ ആ പേരാണ് മുഹറം, പവിത്രമാക്കപ്പെട്ടത്. മറ്റു മാസങ്ങൾക്ക് ഈ പേരില്ല. അപ്പോൾ പവിത്ര മാസങ്ങളിൽ പെട്ടതാണ്. പക്ഷേ മുഹറം മാസത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ പേര് തന്നെ പവിത്രമാക്കപ്പെട്ടത് എന്നാണ്. മുഹറം, പവിത്രമാക്കപ്പെട്ട മാസം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാസത്തിന് നേരത്തെ പറഞ്ഞ് 4 മാസങ്ങൾക്കും പവിത്രതയുണ്ട്. അതിലേറ്റവും കൂടുതൽ പവിത്രതയുള്ളത് മുഹറം മാസത്തിനാണ്. ശ്രദ്ധിക്കുക. മാത്രമല്ല ഈ മാസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ മാസം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ബൈത്തുള്ള, എല്ലാ വീടും അള്ളാഹുവിൻ്റെതാണ്. എന്നാലും മസ്ജിദുകൾ ബൈത്തുള്ള എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്. എന്നാൽ വിശ്വാസികളെ അബ്ദുള്ള, അള്ളാഹുവിൻ്റെ അടിമ എന്ന് പറയുന്നത് പോലെ മാസങ്ങളെല്ലാം അള്ളാഹുവിൻ്റെതാണെങ്കിലും മുഹറം മാസത്തെ അള്ളാഹുവിൻ്റെ മാസം എന്ന് വിശേഷിപ്പിക്കുന്നു.